ചൊവ്വൂർ ടീം ഗോദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചെസ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ പ്രായ വിഭാഗങ്ങളിലായി 50ഓളം പേർ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തു. ഗോദ ക്ലബിൽ നടന്ന പരിശീലന ക്യാമ്പ് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സന്തോഷം. ഒരു കാലത്ത് ഗോദ കാരുണ്യ പ്രവർത്തനത്തിനും ഒക്കെ മുന്നിട്ടിറങ്ങിയ ഒരു ക്ലബ്ബാണ് ഗോദ. അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു വെർഷൻ, അതായത് ഗോദ എന്ന് പറയുമ്പോൾ കളരിയാണ്. ആ കളരിയിൽ മറ്റൊരു കളരി, കരുക്കൾ നീക്കാനുള്ള കളരി അഭ്യസിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പുതിയ കുട്ടികളെ ഇതിനു വേണ്ടി പ്രാപ്തനാക്കുക. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ കുട്ടികളൊക്കെ മൊബൈൽ യുഗത്തിലാണ്. രാവിലെ മുതൽ രാത്രി വരെ ഫുൾ ടൈം മൊബൈൽ ഉപയോഗിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ചേർപ്പ് പഞ്ചായത്തിൽ പല ഈ സമ്മർ ക്യാമ്പുകളിൽ 3 ദിവസം നടന്ന 3-4 ക്ലബ്ബുകൾ ക്യാമ്പ് നടത്തിയിരുന്നു. ഊരകത്തും ചേർപ്പിലും ഒക്കെ പടിഞ്ഞാറ്റുമുള്ള ക്യാമ്പ് നടത്തിയിരുന്നു. 3 ദിവസം പൂർണ്ണമായിട്ട് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പൂർണ്ണമായിട്ട് മൊബൈലിൽ നിന്ന് വിമുക്തമായിട്ട് എല്ലാ ചെസ് അവിടെ പരിശീലിപ്പിച്ചിരുന്നു, നാടകം പരിശീലിപ്പിച്ചിരുന്നു. പിന്നെ അവരുടെ മറ്റു ഏതെല്ലാം തരത്തിലുള്ള കഴിവുകളുണ്ടെങ്കിലും ഒക്കെ വികസിപ്പിച്ചിരുന്ന ഒത്തിരിയധികം ക്ലബ്ബുകൾ ഈ അവസരത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം നമ്മുടെ പ്രദേശത്ത് വളരെയധികം ലഹരികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. നമ്മുടെ പോലീസിന്റെയും എക്സൈസിന്റെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ചേർപ്പ് ബന്ധപ്പെട്ട സ്കൂളുകളുടെ പരിസരത്താണ് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നതും അത് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നതും അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ്. അതുകൊണ്ട് ലഹരി, ചെസ് എന്ന ലഹരി നമ്മുടെ തലമുറയ്ക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ നേതൃത്വം നൽകാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഗോദ ക്ലബ്ബ് പ്രസിഡന്റ് ML സാജു അധ്യക്ഷത വഹിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനയ സച്ചിൻ മുഖ്യാതിഥിയായി. തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് വിപിൻ വിജയൻ, ചെസ് കോർഡിനേറ്റർമാരായ പ്രസാദ് സുബ്രഹ്മണ്യൻ, സഫർ ഹുസൈൻ എന്നിവർ ചെസ്സിനെ കുറിച്ച് ക്ലാസ് എടുത്തു.